നമസ്കാരം. ചികിത്സാ നിരക്കും പാക്കേജ് നിരക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ആശുപത്രികളിൽ ഉൾപ്പെടെ എല്ലാവർക്കും കാണാനാകും വിധം പ്രദർശിപ്പിക്കണമെന്ന ഹൈക്കോടതി വിധി സാധാരണക്കാർക്ക് ഗുണകരമാകും. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമവും ചട്ടങ്ങളും ഹൈക്കോടതി ശരിവെച്ചാണ് നിർണായക നിരീക്ഷണം നടത്തിയത്. നിയമത്തിലെയും ചട്ടങ്ങളിലെയും ചില വ്യവസ്ഥകൾ ചോദ്യം ചെയ്ത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ, IMA സംസ്ഥാന ഘടകം, മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവരുടെ ഹർജി തള്ളുകയായിരുന്നു ഹൈക്കോടതി. ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ ഉത്തരവ് ആരോഗ്യ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കും. ആരോഗ്യം മനുഷ്യാവകാശമാണ്. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ്. സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കുന്നു. നിയമം റദ്ദാക്കലല്ല അതിനുള്ള പരിഹാരം. സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകം പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. രോഗികളുടെ സുരക്ഷയും പരിചരണവും മെച്ചപ്പെടുത്താനും ആരോഗ്യ സേവന മേഖലകളിൽ സുതാര്യത ഉറപ്പാക്കാനും കൊണ്ടുവന്നതാണ് കേരള ക്ലിനിക്കൽ സ്ഥാപന നിയമം അഥവാ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ 2018. യുക്തിരഹിതമായ വെല്ലുവിളി നിയമനിർമ്മാണം റദ്ദാക്കാൻ പര്യാപ്തമല്ലെന്നും പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് ലക്ഷ്യമെന്നും നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ തള്ളി ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ വ്യക്തമാക്കി. കേരള ക്ലിനിക്കൽ സ്ഥാപന നിയമം ഭരണഘടനാ വിരുദ്ധവും ആരോഗ്യ പ്രവർത്തകരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവുമാണെന്ന് ആരോപിച്ചാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ അടക്കമുള്ളവർ കോടതിയെ സമീപിച്ചത്. സ്വകാര്യ ആശുപത്രിയിലും ക്ലിനിക്കിലും ലാബിലും സേവനങ്ങളുടെയും പാക്കേജുകളുടെ നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നത് നിയമവിരുദ്ധമല്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇത്തരം സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങളിലോ ചട്ടലംഘനത്തിന് പിഴ ചുമത്തുന്നതിലോ അപാകമില്ല. രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനുള്ള വ്യവസ്ഥകളടക്കം സുതാര്യമാണ്. ദന്തചികിത്സയെ ഈ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയതും തെറ്റല്ല. 2010 കേന്ദ്ര നിയമം ഉള്ളതിനാൽ 2018 പുതിയ നിയമം കൊണ്ടുവരേണ്ടതില്ലെന്ന വാദവും കോടതി തള്ളി. ചികിത്സാ നിരക്കും പാക്കേജ് നിരക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ആശുപത്രികളിൽ ഉൾപ്പെടെ എല്ലാവർക്കും കാണാനാകും വിധം പ്രദർശിപ്പിക്കണമെന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സർക്കാരിനെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഹർജിക്കാർക്കുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ നിശ്ചിത നിലവാരം ഓരോ സേവനത്തിനും ഉറപ്പാക്കുന്നതിനായിരുന്നു നിയമം. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിയമത്തിലുള്ളത്. എന്നാൽ ഫീ നിരക്ക്, പാക്കേജ് നിരക്ക് എന്നിവ നിർവചിച്ചിട്ടില്ലെന്നും അധികൃതർക്ക് അനിയന്ത്രിതമായ അധികാരമാണ് നൽകുന്നതെന്നും ഹർജിക്കാർ വാദിച്ചു. പൊതുജനാരോഗ്യവും രോഗികളുടെ സുരക്ഷയും ഉറപ്പാക്കാനാണ് നിയമം പാസാക്കിയതെന്നും ധാർമ്മിക നിലവാരം ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ച് സുതാര്യതയ്ക്കുള്ള നടപടിയാണിതെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. അനിയന്ത്രിതവും ഏകപക്ഷീയമായ അധികാരമാണ് അധികൃതർക്ക് നൽകുന്നതെന്ന ആരോപണത്തിൽ ന്യായമല്ലാത്തതായ നടപടികളൊന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. സേവനത്തിൻ്റെ ഫീസ് നിരക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കണമെന്ന നിയമത്തിൽ നിഷ്കർഷിക്കുന്നതിൽ തെറ്റില്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികളെ സ്റ്റേറ്റ് കൗൺസിലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സേവനദാതാക്കളിൽ നിന്ന് പ്രതിനിധികളെ ഉൾപ്പെടുത്തുമ്പോൾ സേവനം സ്വീകരിക്കുന്നവരിൽ നിന്നുള്ള പ്രതിനിധികളെയും ഉൾപ്പെടുത്താമെന്നും കോടതി വിലയിരുത്തി. 2018 സംസ്ഥാന സർക്കാർ പാസാക്കിയ നിയമവും ചട്ടങ്ങളുമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. പൊതുജനാരോഗ്യം സംരക്ഷിക്കാനായി നിശ്ചിത നിലവാരം ഓരോ സേവനത്തിനും ഉറപ്പാക്കുന്നതായിരുന്നു നിയമം. ആശുപത്രികൾ മുതൽ ലാബുകൾ വരെയുള്ള സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ തൊട്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണമെന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. കേന്ദ്ര നിയമം ഉള്ളതിനാൽ സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു നിയമം പാസാക്കാനാകില്ലെന്നും വാദിച്ചു. ഓരോ സേവനത്തിന്റെ നിരക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് നിയമത്തിൽ നിഷ്കർഷിക്കുന്നതിൽ തെറ്റില്ലെന്ന് കോടതി പറഞ്ഞു. നിയമം ലംഘിക്കുന്ന ആശുപത്രിയുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കുന്നതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റേറ്റ് അറ്റോർണി N. മനോജ് കുമാർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ S. കണ്ണൻ എന്നിവർ ഹാജരായി. കേരളത്തിലെ അംഗീകൃത വൈദ്യശാസ്ത്ര സംവിധാനത്തിലുള്ള എല്ലാ ആശുപത്രികളെയും ലാബുകളെയും നിയന്ത്രിക്കുന്നതിലൂടെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിയമമാണ് 2018 കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. പൊതു സ്വകാര്യ മേഖലയിലെ അലോപ്പതി, ആയുർവേദം, പ്രകൃതി ചികിത്സ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി ചികിത്സാ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ്. നിയമം 2010 ദേശീയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുമായി യോജിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് സ്വകാര്യ ലോബിയുടെ സമ്മർദ്ദം മൂലം അട്ടിമറിക്കാൻ നീക്കം പല കോണുകളിൽ നിന്നും നടന്നിരുന്നു. കേന്ദ്ര ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ ചുവടുപിടിച്ച് തയ്യാറാക്കിയ ബിൽ UDF സർക്കാരിൻ്റെ കാലത്ത് മരവിപ്പിക്കുകയായിരുന്നു. പക്ഷേ പിണറായി സർക്കാർ നിയമമാക്കി. ഇതിനെയാണ് കോടതിയിൽ ചോദ്യം ചെയ്തത്. എല്ലാ സ്വകാര്യ സർക്കാർ ആശുപത്രികൾക്കും ക്ലിനിക്കൽ ലബോറട്ടറികൾക്കും ഫാർമസികൾക്കും നിരക്കിലും പരിശോധനയിലും ഏകീകൃത സ്വഭാവം നടപ്പാക്കുന്നതാണ് ബില്ല്. രോഗികളെ കൊള്ളയടിക്കുന്ന ലാബുകളെ നിയന്ത്രിക്കാനും ഡോക്ടർമാരുടെ കമ്മീഷൻ ഇടപാടുകൾ അവസാനിപ്പിക്കാനും സാധിക്കും. ഈ എല്ലാ ആശുപത്രികളും രജിസ്റ്റർ ചെയ്യണം. സ്ഥിര രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിച്ചാൽ നടപടി വരും. ചികിത്സാ പരിശോധനാ നിരക്കുകൾ വെബ്സൈറ്റിലും അച്ചടിച്ചും പ്രദർശിപ്പിക്കണം. ആശുപത്രി വിടുമ്പോൾ ചികിത്സാ രേഖകൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട്.